ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വാട്ടർമാർക്ക് നമ്മുടെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതിനെ എങ്ങനെയാണ് ആ ഒരു ഡോക്യുമെൻറ്റിനെ PDF ഡോക്യുമെൻ്റ് ആക്കി മാറ്റുക എന്നതും കൂടെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഡിസൈൻ ടാബിൽ ചെന്ന് റൈറ്റിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ടർമാർക്ക്. ഓക്കെ, വാട്ടർമാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോപ്പി റൈറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടർമാർക്ക് നമുക്ക് മെയിനായിട്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയത് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് വേറെ ആരും കോപ്പി ചെയ്ത് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു സാമ്പിൾ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല സ്റ്റൈലുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു സ്റ്റൈൽ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വാട്ടർമാർക്ക് ഡു നോട്ട് കോപ്പി എന്ന് പറഞ്ഞ് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെ കസ്റ്റം ചെയ്യാമെന്നാണ്, നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കസ്റ്റം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് മാറ്റാം. ഡു നോട്ട് കോപ്പി എന്ന് മാറ്റി വേണമെങ്കിൽ വേർഡ് ട്രെയിനിങ് എന്നാക്കാം. വേണമെങ്കിൽ അതിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് കളേഴ്സുകളും വേണമെങ്കിൽ കൊടുക്കാം. ക്ലോസ്. സോ ഇങ്ങനെ നമുക്ക് വേർഡ് ഡോക്യുമെൻറ്റിനകത്ത് വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ആ വാട്ടർമാർക്ക് അതുപോലെ തന്നെ നമുക്കൊരു പിക്ചർ വേണമെങ്കിൽ വാട്ടർമാർക്ക് ആകാം. മേ ബി കമ്പനിയുടെ ലോഗോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റം വാട്ടർമാർക്കിൽ പോയി കഴിഞ്ഞാൽ പിക്ചർ വാട്ടർമാർക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് പിക്ചർ ചൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാറ്റിൻ്റെ ഇമേജ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ആ ക്യാറ്റിനെ വാട്ടർമാർക്കായിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്ലൈ. ഓക്കെ, സോ ഇതിൻ്റെ പുറകിൽ ക്യാറ്റിനെ വാട്ടർമാർക്കായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സെലക്ട് പിക്ചർ അടിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ്റർനെറ്റിലായിരിക്കും വരുന്നത്. ഇൻ്റർനെറ്റിലേക്ക് ചിലപ്പോൾ കണക്റ്റ് ആയിരിക്കും അതിനകത്ത്. അതുകൊണ്ട് ഇൻസേർട്ട് പിക്ചർ ഫ്രം ഫയൽ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വർക്ക് ഓൺലൈൻ മോഡിലേക്ക് എടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് പിക്ചർ വാട്ടർമാർക്ക് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ടെക്സ്റ്റ് വാട്ടർമാർക്ക്, രണ്ട് തരത്തിലുള്ള വാട്ടർമാർക്കാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി വാട്ടർമാർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നോ വാട്ടർമാർക്ക് ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി വാട്ടർമാർക്ക് ആഡ് ചെയ്തൊരു ഡോക്യുമെൻറ്റിനെ അല്ലെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ കണ്ടൻറ്റ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ എങ്ങനെ PDF ആക്കി സേവ് ചെയ്യാമെന്ന് കൂടെ നമുക്ക് നോക്കാം. ദെൻ ഫയൽ സേവ് ആസ് ദിസ് PC. ഞാൻ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്തു. ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ ഫയൽ സേവ് ചെയ്യുകയാണ്. വാട്ടർമാർക്ക് എന്ന് പറഞ്ഞ പേരിൽ വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ടല്ല, ഞാൻ അതിനെ PDF ആയിട്ട് ഫയൽ ടൈപ്പ് ഞാൻ PDF ആക്കി മാറ്റി. PDF ആക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ PDF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ ഡെസ്ക്ടോപ്പിലേക്ക് നമ്മൾ സേവ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഈ ഒരു വേർഡ് ഡോക്യുമെൻറ്റിന് PDF കോപ്പി ജനറേറ്റ് ആയി വരുന്നതാണ്. ഓക്കെ, യെസ്, അത് ഓപ്പണായി വരുന്നു. PDF കോപ്പി. യെസ്, PDF കോപ്പി ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ടൈപ്പ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് ഫൈനൽ ഡോക്യുമെൻ്റ് എപ്പോഴും ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നതിന് മുന്നേ അതിനെ വാട്ടർമാർക്ക് ആഡ് ചെയ്ത് നമ്മൾ PDF ആക്കിയിട്ട് PDF ഡോക്യുമെൻറ്റ് വേണം അയച്ചു കൊടുക്കാൻ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അതിനെ എങ്ങനെയാണ് PDF ആക്കി കൺവേർട്ട് ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, താങ്ക് യു.